ഓട്സ് കൊണ്ട് 5 മിനിറ്റ് കൊണ്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇത് നമുക്ക് ഒരു 4 പേർക്ക് വയറ് നിറച്ച് കഴിക്കാൻ പറ്റും. ഇത് ഒരെണ്ണം ഉണ്ടാക്കിയാൽ തന്നെ. അപ്പോൾ ഇത് ഡിന്നറായിട്ട് നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമാവുന്ന ഈ ഒരു റെസിപ്പി എങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ഞാൻ. ഇതിലോട്ട് നമുക്ക് 1 കപ്പ് ഓട്സ് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് ഈ ഓട്സ് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഓട്സ് വറുക്കൊന്നും വേണ്ടിട്ടാ, ഞാനിത് വറുക്കാതെ തന്നെയാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അത്ര പൊടിഞ്ഞാൽ മതി കേട്ടോ. ഓവറായിട്ട് ഫൈനായിട്ട് പൊടിയൊന്നും വേണ്ട, അതിൽ അത്യാവശ്യം പൊടിയും വേണം. ഒന്ന് ജസ്റ്റ് ഒരു 1-2 മിനിറ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. ഇനി നമുക്കിതൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഇതിലോട്ട് കുറച്ച് 1/2 കപ്പ് പാലൊഴിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. കട്ടകളൊന്നും ഇല്ലാതെ നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ഈ പാലിൽ ഈ ഒരു ഓട്സിൻ്റെ പൊടി നമുക്കൊന്ന് ലയിപ്പിച്ചെടുക്കണം. അപ്പോൾ ഒരു തിക്ക് പേസ്റ്റ് ആയിട്ടായിരിക്കും കിട്ടും. നല്ല കട്ടകളൊക്കെ നല്ല ഉടച്ച് ലയിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ മുഴുവനായിട്ട് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഇത് ഡയറ്റ് ചെയ്യുന്നവർക്കാണെങ്കിൽ 1/2 കപ്പ് പാലും 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്താൽ മതി. അതെല്ലാം നമുക്ക് കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ 1 കപ്പ് പാലിനെ എടുക്കുക. അപ്പോൾ എന്നിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഈ ഒരു വെള്ളം ഈ ഒരു ഓട്സിൻ്റെ പൗഡർ നല്ല ഒന്ന് അബ്സോർബ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ നല്ല ഒരു പേസ്റ്റായിട്ട് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇപ്പം തന്നെ നമ്മൾ ചെയ്താൽ അത് ശരിയാവില്ല. അപ്പോൾ ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം, ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലോട്ടുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് റെഡിയാക്കാം. ഞാനൊരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ ക്യാപ്സിക്കം കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെയുള്ള വെജിറ്റബിൾസും ആഡ് ചെയ്യാം. അതായത് കേബേജ്, പൊട്ടാറ്റോ ഗ്രേറ്റ് ചെയ്തിട്ടിടാം. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള തക്കാളി ഇടാം, നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. ഞാനൊന്നും എടുത്തിട്ടില്ല, ഞാൻ ഇത്രയും വെജിറ്റബിൾസാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലോട്ട് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ ഓട്സിൻ്റെ മിക്സ്, അതിലോട്ട് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഗരം മസാല പൗഡറും കൂടി ചേർത്ത് കൊടുക്കണം. അതിന് മുമ്പായി തന്നെ നമുക്ക് ഈ ഉപ്പ് ശരിക്കൊന്ന് ഒരു വിസ്ക് വെച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട നല്ലപോലെ മിക്സ് ആയതിന് ശേഷം നമുക്കിതിലോട്ട് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. ഗരം മസാല പൗഡർ ഓപ്ഷണലാണ്, ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പക്ഷേ ഗരം മസാല പൗഡറും കൂടി ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ്. ഇത് നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് മൊത്തത്തിൽ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരു ക്യാരറ്റ്, അതുപോലെ തന്നെ ഒരു സവാള, ഒരു ചെറിയ ക്യാപ്സിക്കം, കുറച്ച് മല്ലിയില, 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത്, ഇത്രയും വെജിറ്റബിൾസാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു വെജിറ്റബിൾസ് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓവർ തിക്കായി വരികയാണെങ്കിൽ കുറച്ച് വെള്ളമോ അല്ലെങ്കിൽ കുറച്ച് പാലോ ഒഴിച്ചു കൊടുക്കാം. ഇത് പാലിൽ ഉണ്ടാക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. വെള്ളത്തിലുണ്ടാകുമ്പോൾ അത്ര തന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ പാലും വെള്ളവും കുറച്ച് മിക്സ് ആക്കിയിട്ട് പകുതിയായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ പാകമായി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പോൾ ഇത് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ഞാനിപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൂടുതലായിട്ട് ഓയിൽ ഒഴിക്കണ്ട, ഒന്ന് ജസ്റ്റ് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനിലാണ് നമുക്കത് റെഡിയാക്കേണ്ടത്. അപ്പോൾ ഇനി ഇത് ചൂടായതിന് ശേഷം നമ്മളെടുത്ത് വെച്ച ഈ ഒരു കൂട്ട് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് നിരത്തി കൊടുക്കാം. അതിനുശേഷം നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. 5 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്നിട്ട് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ. 5 ഒരു 6-7 മിനിറ്റ് ആയാലും കുഴപ്പമില്ല, അതിൽ കൂടുതൽ വൈകണ്ട. നമുക്കിത് തുറന്നിട്ടുണ്ട് ഞാനിപ്പം. ഇത് നമുക്ക് എന്നിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് വലുതായതുകൊണ്ട് നമുക്ക് ആ ചട്ടയം കൊണ്ട് മറിച്ചിടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാനൊരു പ്ലേറ്റിലോട്ട് ഇട്ടിട്ട് ആ പ്ലേറ്റിൽ നിന്ന് നേരെ എടുത്തിട്ട് അങ്ങനെ മറിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത്. ഈ ഒരു പാൻ വലുതായതുകൊണ്ട് നമുക്ക് ചട്ടകം കൊണ്ട് തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ അത് പൊട്ടിപ്പോകാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. ചെറിയ പാനൊക്കെ ആണെങ്കിൽ നമുക്ക് ചട്ടകം കൊണ്ട് തന്നെ തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു അളവിൽ ചെറിയ പാനാണെങ്കിൽ 2 ഉണ്ടാക്കാനുണ്ടാവും കേട്ടോ. ഇത് വലിയ പാനായതുകൊണ്ട് 1 ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇനി നമുക്ക് ഒരു 2 മിനിറ്റിന് ശേഷം നമുക്കിത് ഞാനൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് വേറൊരു പാത്രം അടിയിൽ വെച്ചിട്ട് ഇതിങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ മറിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് മുകൾ ഭാഗം മുകളിലായിട്ട് തന്നെ വരും കേട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ.
അപ്പോൾ നമ്മൾ അടിപൊളി റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനോ അതുപോലെ ഡിന്നറിനൊക്കെ റെഡിയാക്കണമെങ്കിൽ നമുക്കിതിൻ്റെ ഒരു പീസ് കഴിച്ചാൽ തന്നെ വയറ് നിറയും കേട്ടോ. 4 പേർക്ക് നല്ല വയറ് നിറച്ച് കഴിക്കാൻ ഇത് ഒരെണ്ണം ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഇതിൽ ഓട്സും പാലും മുട്ടയും അതുപോലെ ഒരുപാട് വെജിറ്റബിൾസ് ഒക്കെ വരുന്നത് കൊണ്ട് തന്നെ നല്ല ഒരു ബാലൻസ്ഡ് ഡയറ്റാണ്. അപ്പോൾ ഡയറ്റ് ചെയ്യുന്നവർക്കും അതുപോലെ രോഗികൾക്കും ഒക്കെ നല്ല ഒരു ഫുഡാണ് കേട്ടോ അത്. അപ്പോൾ ഡിന്നറിനായിട്ടോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ എല്ലാവരും ഒന്ന് റെഡിയാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക. ഇഷ്ടമായ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് വേണ്ടി ഷെയർ ചെയ്തെടുക്കുക. ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.